എൻ്റെ കല്യാണത്തിന് ദിവസം അടുത്തടുത്ത് വരുന്നതിൻ്റെ ഭാഗമായി വീട്ടിൽ ആളും ബഹളവും ദിനംപ്രതി കൂടിക്കൂടി വരികയാണ്. 2 ദിവസം കൂടിയേ കല്യാണത്തിനുള്ളൂ. അടുത്ത ബന്ധുക്കളും കസിൻസും എല്ലാവരും വന്നിട്ടുണ്ട്. ശങ്കരൻ ഇന്നലെ വന്നിരുന്നു. രാവിലെ വന്നിട്ട് പോയത് രാത്രിയാണ്. ഇന്നവന് മറ്റെന്തോ പരിപാടിക്ക് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. രാവിലെ വിളിച്ചതിൽ പിന്നെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഈ തിരക്കുകൾ ഒഴിയട്ടെ എന്ന് കരുതിയാണ്. റൂമിൽ എൻ്റെ ഒപ്പം ലിയോ മാത്രമല്ല, എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ട്. അമ്മയുടെ ഫാമിലിയാണ് കൂടുതൽ. അമ്മയ്ക്ക് 2 ആങ്ങളെയും 2 സിസ്റ്റേഴ്സും ഉണ്ട്. അച്ഛയ്ക്ക് ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ. കസിൻസ് ആയിട്ടുള്ള പെൺകുട്ടികൾ എൻ്റെ ചേച്ചിമാരും ആൺകുട്ടികൾ എൻ്റെ അനിയന്മാരുമാണ് കേട്ടോ. എത്രയൊക്കെ അപ്സെറ്റ് ആണെന്ന് പറഞ്ഞാലും ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന പിന്നെ ഒരു ഓളം തന്നെയാണ്. കബോർഡിൽ നിന്നും ബെഡിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന എൻ്റെ വിവാഹ സാരിയും ആഭരണങ്ങളും കാണുന്ന തിരക്കിലാണ് അവർ എല്ലാവരും. എനിക്ക് അവരോട് വല്ലാത്ത കുശുമ്പ് തോന്നി. ചേച്ചിമാരിൽ മിക്കവരുടെയും കല്യാണം കഴിഞ്ഞതാണ്. നല്ല ജോലിയും പദവിയുമുള്ള ആണുങ്ങളെ കെട്ടി നല്ല നിലയിൽ ജീവിക്കുന്നവർ. പക്ഷെ ഞാനോ കയറി ചെല്ലുന്ന ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വീട്ടിലേക്ക്. ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരൻ എന്നും പറയാം. ഏത് ജോലിക്കും ഒരു മടിയും കൂടാതെ ചെയ്യുമെന്നല്ലാതെ എൻ്റെ അച്ഛൻ പറഞ്ഞത്. എൻ്റെ സങ്കടം ആർക്കറിയണം. പക്ഷെ ഇനി എനിക്ക് പിന്നോട്ട് മാറാനും വയ്യ. ഞാൻ റാമിനെ വെല്ലുവിളിച്ചല്ലേ. അവനെ തോൽപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഇത് സ്വീകരിച്ചേ പറ്റൂ. ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കയ്യിലെ മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഞാൻ അറിഞ്ഞത്. സ്ക്രീനിലേക്ക് നോക്കി എൻ്റെ കണ്ണൊന്ന് നെറ്റി. സുജാമ്മയാണ്, ശ്രീദേവിൻ്റെ അമ്മ. കുറച്ച് ദിവസത്തേക്ക് എൻ്റെ മൊബൈലിലേക്ക് വിളിയും ഒന്നും വന്നില്ലായിരുന്നു. ഇടയ്ക്ക് അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചാണ് വിശേഷം പറയലും ചോദിക്കലും. അതെനിക്ക് ഒരു തരത്തിൽ ആശ്വാസമായിരുന്നു. പെണ്ണെ, എന്താലോചിച്ചിരിക്കുക? ദേ ചെറുക്കൻ്റെ അമ്മ വിളിക്കുന്നു, നീ കോൾ എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ചേച്ചിമാരിൽ ഒരാൾ എന്നെ തലയ്ക്ക് കൊട്ടിക്കൊണ്ട് പറഞ്ഞത്, നാശം, എല്ലാവരും കണ്ടു. ഇനി ഇവർക്ക് മുന്നിൽ ഞാൻ എങ്ങനെയാ കോൾ എടുക്കാതിരിക്കുക? വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഈർഷ്യയോടെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. കാതിലേക്ക് ചേർത്തു. ഹലോ മോളെ. എടുത്തപ്പോൾ തന്നെ സുബജാമ്മയുടെ സന്തോഷം നിറഞ്ഞ വിളി എന്നെ തേടിയെത്തി. ഞാൻ കോൾ എടുക്കില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് എടുത്തപ്പോൾ സന്തോഷമായി കാണും. ഹാ അമ്മ പറയേ. എല്ലാവരുടെയും മുന്നിൽ നിന്ന് സംസാരിക്കാൻ എനിക്കെന്തോ ഒരു ചളിപ്പ് തോന്നി. അതുകൊണ്ട് തന്നെ ബെഡിൽ നിന്നും മുട്ടിൽ ഇഴഞ്ഞ് ഞാൻ താഴേക്കിറങ്ങി നേരെ ബാൽക്കണിയിലേക്ക് കടന്നു. ഒന്നുമില്ലട മോളെ, കുറച്ച് ദിവസമാവില്ലേ ഞാൻ മോളെ വിളിച്ചിട്ട്. ഇവിടെ വെറുതെ ഇരുന്നപ്പോൾ പെട്ടെന്ന് വിളിക്കാൻ തോന്നി. അമ്മ സീരിയൽ കാണുകയായിരുന്നേ, പരസ്യം തുടങ്ങിയപ്പോൾ തക്കത്തിന് വിളിച്ചതാ, സുജാമ്മ എന്നോട് പറഞ്ഞു. അപ്പുറത്ത് ടിവിയുടെ ഒച്ചപ്പാടും എനിക്ക് കേൾക്കാമായിരുന്നു. അച്ഛനോ? റെയിലിങ്ങിൽ ചാരി എന്നുകൊണ്ട് ഞാൻ ചോദിച്ചു. പൂർണ്ണ മനസ്സോടൊന്നുമല്ല. സുജാമ്മ പറയുന്നത് മാത്രം കേട്ട് മൗനമായിരുന്നാൽ അവരെന്തെങ്കിലും കരുതുമോ എന്ന് ഓർത്തുകൊണ്ടാണ് ചോദിച്ചത്. മൂപ്പർ ഭക്ഷണം കഴിച്ച് കിടന്നു മോളെ. ആ കുച്ചമയൊക്കെ ശീലമാണ്. ഇവിടെ നിന്ന് ചോറിന് കൂട്ടാൻ പച്ചക്കായ ഒലത്തും ചീര തോരനും ആയിരുന്നേ. നമ്മുടെ പറമ്പിലുണ്ടായതാ. കായ കൂട്ടിയാൽ എനിക്ക് ഗ്യാസ് കയറുമെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ബഹളായിരുന്നു. പിന്നെ എൻ്റെ ആങ്ങളെയും ഭാര്യയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടനെ കൊണ്ട് മീൻ വാങ്ങിപ്പിച്ചു. അമ്മ വാതോരെ പറയുന്നതൊപ്പം ചിരിക്കുന്നുമുണ്ട്. ഇവരെന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത് എന്നാണ് ഞാൻ ആലോചിച്ചത്. ആരോട് എന്ത് പറയണമെന്നുള്ള വെളിവുമില്ല. ഒരു പച്ചക്കായും ചീരത്തോരനും. ഞാനും നാളെ അവിടെ കയറി ചെല്ലുമ്പോൾ ഈ കാടും പടലയും തിന്നാൻ മാത്രമേ എനിക്ക് നേരം കാണൂ. ഓർക്കും തോറും എനിക്ക് വിമിഷ്ടം തോന്നി. പിന്നെ മോളെ, കുട്ടൻ ചോർണം വന്നിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ പിന്നെയും ഓട്ടത്തിൽ ഇറങ്ങാൻ നിൽക്കുക. സുജാമ്മ മറ്റു വിശേഷങ്ങൾ എന്ന പോലെ എന്നോട് പറഞ്ഞു. കുട്ടൻ എന്ന് കേട്ടതും എൻ്റെ വിരലുകൾ മൊബൈലിൽ മുറുകി. ശ്രീദേവിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കുട്ടനെന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്. അമ്മേ, നേരായി, ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. പെട്ടെന്ന് മറുവശം സുജാമ്മയ്ക്ക് പുറമെ മറ്റൊരു ശബ്ദം കൂടി ഉയർന്ന് ഞാൻ കേട്ടു. അത് അയാളുടെ ശബ്ദമാണ്. എൻ്റെ മിഴികൾ അറിയാതെ മോതിര വിരലിലേക്ക് നീങ്ങി. കുട്ട, മോനെ പോവല്ലേ? ദേ ഫോണിൽ സപ്പുമോള, നിനക്ക് സംസാരിക്കണേ, വാ. വലിയ വായിൽ സുജാമ വിളിച്ചു പറയുന്ന മൊബൈലിലൂടെ കേട്ട ഞാൻ ഞെട്ടി. ഇവർക്ക് ഇതെന്തിന്റെ അസുഖമാണ്? ഇവർക്ക് സംസാരിച്ച അങ്ങ് വെച്ചാ പോരെ? ഓരോ ഏടാകൂട. എനിക്ക് വല്ലാത്ത ആവശ്യം തോന്നുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് സുജാമ അയാളെ കൊണ്ട് ഫോൺ വാങ്ങി എന്നോട് സംസാരിക്കാനുള്ള ശ്രമത്തിലാണ്. ആ തക്കത്തിൽ കോൾ കട്ട് ചെയ്താലോ എന്നുദ്ദേശിച്ച് ഞാൻ വേഗം മൊബൈൽ കാതിൽ നിന്ന് മാറ്റാൻ നിന്നതും ഒരു വിളി എന്നെ തേടി വന്നു. സിമ്രാൻ. അത്രമേൽ ആർദ്രയോടുള്ള വിളി. അത് മറ്റാരുടെയുമല്ല, ശ്രീദേവിൻ്റെയാണ്. വിരളമായി മാത്രമേ ആ ശബ്ദം ഞാൻ കേട്ടിട്ടുള്ളൂ. നേരിൽ കണ്ട സമയമെല്ലാം എന്നോട് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം 1-2 തവണ എന്നെ ഇതുപോലെ ഫോണിൽ വിളിച്ചിട്ടുമുണ്ട്. ആരിലും കാണാത്ത ഒരു പ്രത്യേക പ്രകൃതമാണ് ശ്രീദേവിനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വലിയ പൊട്ടിത്തെറി ഒന്നുമില്ലാത്ത ഒരു ഒതുങ്ങിയ ടൈപ്പ്. ഓർമ്മയിൽ എവിടെ നിന്നൊക്കെയോ ആ മുഖവും സ്വഭാവവും ഞാൻ ചികഞ്ഞെടുത്തു. ഒരു മൂളൽ മാത്രമായിരുന്നു എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. എന്തൊക്കെയുണ്ടോ വിശേഷം? സുഖമാണോ തനിക്ക്? ഞാൻ കുറേയായി തന്നെ വിളിച്ചിട്ട്. മനഃപൂർവ്വമല്ല, ഇപ്പൊ ഓട്ടം കൂടുതലാ. മാത്രവുമല്ല, ഇവിടെ പന്തലിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആകെ തിരക്കാ. നമ്മുടെ കല്യാണ ദിവസം അടുത്തു വരല്ലേ? അവിടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ശാന്തതയോടെ അയാൾ എന്നോട് ചോദിച്ചു. അത് ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. വേറെ വിശേഷങ്ങൾ ഒന്നുമില്ല. കൈവിരലിലെ നഖത്തിന്റെ ഭംഗി ആസ്വദിച്ച് അലസമായ രീതിയിൽ ഞാൻ മറുപടി നൽകി. ഹോ, തനിക്ക് തിരക്കാണെങ്കിൽ താൻ വെച്ചോളൂ. എനിക്കും അല്പം തിരക്കുണ്ട്. ഞാൻ ഓട്ടത്തിന് പോകാൻ ഇറങ്ങിയതേയുള്ളൂ. സീരിയൽ തുടങ്ങിയോണ്ട് അമ്മേനെ സംസാരിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ വിളിക്കാം. വെച്ചേക്കട്ടെ? പുള്ളി എന്നോട് ചോദിച്ചു. അത്രയും നേരം വേർപ്പൂട്ടിന്ന് എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഓക്കെ, ഒറ്റ വാക്കിൽ മറുപടി നൽകിക്കൊണ്ട് അയാൾക്ക് മുന്നേ ഞാൻ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. മൊബൈലുമായി ഞാൻ റൂമിലേക്ക് പോകാതെ ബാൽക്കണി തല നിന്നു. വെറുതെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ മതിലുകൾക്ക് മേലെ ലൈറ്റ്സും മറ്റു ഡെക്കറേഷൻസ് നടത്തുന്ന ടീമിനെ ഞാൻ കണ്ടു. അച്ഛ അവർക്കൊപ്പം നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ ആരൊക്കെയോ പുറത്തുനിന്ന് സംസാരിക്കുന്നതിൻ്റെയും ആർത്തിച്ചിരിക്കുന്നതിൻ്റെയും ബഹളങ്ങളും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. അവർക്ക് കൂട്ടത്തിലൂടെ ബെല്ലും ബ്രേക്കുമില്ലാതെ ഓടുന്ന കുട്ടികൾ പട്ടാളങ്ങൾ. എല്ലാവരും സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. പക്ഷെ എനിക്ക് മാത്രം ഒരു സന്തോഷവുമില്ല. ഒന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല. എല്ലാമായിരുന്നു എന്ന ചിന്തയിൽ നിന്നും ഇപ്പോൾ വെറും ശൂന്യതയിലേക്ക് എത്തിപ്പെട്ട പോലെ എനിക്ക് തോന്നി. പണ്ട് ഉറക്കമില്ലാത്ത രാത്രികളിൽ അച്ഛ അമ്മയും പറഞ്ഞു തന്നിരുന്ന പ്രിൻസസ് സ്റ്റോറികൾക്കൊപ്പം അവരെനിക്കും ആശകൾ നൽകിയിരുന്നു. അവരുടെ രാജകുമാരി ഞാനാണെന്നും എനിക്ക് വേണ്ടി സുന്ദരമായ ഒരു രാജകുമാരനെ കണ്ടെത്തി അയാളെ കൊണ്ട് വിവാഹം ചെയ്ത് കൊട്ടാരത്തിലേക്ക് അയക്കുമെന്നുമൊക്കെ. അതോർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നു. ഇനിയും 2 ദിനരാത്രികൾ കൂടി കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായും ശ്രീദേവ് സ്വാമിനാഥന്റെ മാത്രമായി മാറും. നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ തുളച്ചെടുക്കുമ്പോൾ ആ സത്യം എന്നെ വീണ്ടും പൊള്ളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ അത്രയേറെ കാത്തിരിക്കുന്ന ഒരു ദിവസം ഒച്ചിനേക്കാൾ പതിയെയും
എത്തിപ്പെടാൻ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ദിവസങ്ങൾ മിസൈലിനേക്കാൾ വേഗത്തിലും പറന്ന് പായുന്നൊരവസ്ഥ. ഈ കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ ഒട്ടുമേൽ ആഗ്രഹിക്കാത്ത ഒരു ദിവസം വന്നെത്തിയിരിക്കുന്നു. ഇന്നാണ് എൻ്റെ കല്യാണം. പുതിയൊരു ജീവിതത്തിലേക്കുള്ള ചുവടുവയ്പ്. അതിൻ്റെതായ തിരക്കുകൾ പുലർച്ചെ തന്നെ തുടങ്ങിയിരിക്കുന്നു. തലേന്നും ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തളർന്നു കിടക്കുന്നിറങ്ങിയ എന്നെ അമ്മയും വല്യമ്മയും വന്ന് കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് കുളിക്കാൻ പറഞ്ഞു വിട്ടു. ഇന്ന് തല നനയ്ക്കരുതെന്ന് ബ്യൂട്ടീഷ്യൻ പറഞ്ഞതുകൊണ്ട് തന്നെ തല ഇന്നലെ കിടക്കാൻ നേരം തന്നെ നനച്ചിരുന്നു. ശരീരം നനയ്ക്ക് കുളിച്ചിട്ട് ഞാൻ ഇറങ്ങുമ്പോഴേക്കും അമ്മ വന്നെനിക്ക് ഭക്ഷണം വാരി തന്നു. അതിന് രുചി അറിഞ്ഞപ്പോൾ എന്തോ ഞാൻ അമ്മയൊന്ന് നോക്കി. ഇന്നുകൂടിയല്ലേ ഈ രുചിയും കൈപ്പുണ്യവും ഇതുപോലെ അറിയാൻ കഴിയുകയുള്ളെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. സപ്പൂട്ട, എന്തോർത്തിരിക്ക, വേഗം ചവച്ചിറക്കിയിട്ട് വാ തുറക്ക്. വാ പോയി കഴുകിയേ, ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട്. അമ്മ പ്ലേറ്റും ഗ്ലാസും കയ്യിലടക്കി പിടിച്ച് റൂമിൽ നിന്ന് പോകുന്നതിനിടെ എന്നോട് പറഞ്ഞു. ഞാൻ വേഗം പോയി വാകായി വന്നപ്പോഴേക്കും എനിക്ക് ഉടുക്കേണ്ട സാരിയും അണിയേണ്ട ഓർണമെന്റ്സും തലയിൽ വെക്കാനുള്ള പൂക്കളും ബെഡിലെടുത്ത് വെച്ച് ബ്യൂട്ടീഷ്യൻ ചേച്ചിമാർ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ അവർ എന്നെ ഭംഗിയെ ഒരുക്കി സുന്ദരിയാക്കിയിരുന്നു. 3 പേരുണ്ടായിരുന്നതുകൊണ്ട് ആ ജോലി ഒട്ടും ടെൻഷനില്ലാതെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. മുന്നിൽ കാണുന്ന മിററിലൂടെ ഞാൻ സ്വയം എന്നെ നോക്കി. നേവി ബ്ലൂ കളറിലുള്ള കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് എൻ്റെ വിവാഹ സാരി. ആ കളർ എനിക്ക് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. അതിന് യോജിക്കുന്ന ആഭരണങ്ങളും അതിൽ ട്രഡീഷണലും ലേറ്റസ്റ്റ് മോഡലും ഉള്ളതുണ്ട്. ബണ്ണ് പോലെ കെട്ടി മുല്ലപ്പൂ കൊണ്ട് കവർ ചെയ്ത് വെച്ചാൽ മതിയെന്ന് എൻ്റെ ആവശ്യമായിരുന്നു. ഒരുക്കെല്ലാം കഴിഞ്ഞപ്പോൾ ബ്യൂട്ടീഷ്യൻ ചേച്ചിമാരിൽ ഒരാൾ പോയി വാതിൽ തുറന്നതും ഒരു പട തന്നെ മുറിയിലേക്ക് കയറി വന്നു. അതോടെ എൻ്റെ കഷ്ടകാലമായി. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തി ഫോട്ടോ എടുക്കലും മറ്റും ബഹളം. ശങ്കറിനെ കൊണ്ടായിരുന്നു ഏറ്റവും മേട്. എന്നെ ഓരോ പോസ്റ്റ് നിർത്തി അവൻ വശം കെടുത്തി കളഞ്ഞു. ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് മുതിർന്നവർക്ക് ദക്ഷിണ വെച്ചപ്പോഴേക്കും ഇറങ്ങാനുള്ള സമയമായിരുന്നു. അച്ഛയുടെയും അമ്മയുടെയും കൈ പിടിച്ച് ഞാൻ മെല്ലെ കാറിനെ അനുഗമിച്ച് നടന്നു. 1/2 മണിക്കൂർ യാത്രയുണ്ടായിരുന്ന ക്ഷേത്രത്തിലേക്ക്. ഓഡിറ്റോറിയത്തിൽ വെച്ച് താലികെട്ട് നടത്താം എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പിന്നെ അമ്മയ്ക്കൊരാഗ്രഹം, ദേവി സാന്നിധ്യത്തിൽ വെച്ച് തന്നെ എൻ്റെ താലികെട്ട് കാണണമെന്ന്. ഒരു അഭിപ്രായത്തിന് ഞാൻ നിന്നില്ല. ഇതുവരെയും എല്ലാം അവരുടെ ഇഷ്ടം പോലെയല്ലേ നടന്നത്, ഇതും അതുപോലെ ആയിക്കോട്ടെ എന്ന് ഞാനങ്ങ് കരുതി. അച്ഛയും അമ്മയും പിന്നെ മൂത്ത കസിൻ ചേച്ചിയും ആയിരുന്നു എനിക്കൊപ്പം കാറിലുണ്ടായിരുന്നത്. ക്ഷേത്രത്തിന് മുന്നിൽ നിർത്തി കാറിൽ നിന്നും ഞാൻ ഇറങ്ങി. ദുർഗാദേവിയുടെ പ്രതിഷ്ഠയ്ക്കിരിക്കുന്ന ക്ഷേത്രമാണത്. കവാടത്തിന്റെ ഭാഗത്ത് തന്നെ തേജസ്വി ദേവിയുടെ വിഗ്രഹം ഞാൻ ആദ്യമായി കാണുന്ന പോലെ നോക്കി നിന്നു. കണിക്കൊന്ന തുടങ്ങി നിരവധി മരങ്ങൾക്ക് കീഴായി ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി എടുത്തു പറയേണ്ടതാണ്. ചുറ്റിനും പാഞ്ഞ എൻ്റെ കണ്ണുകൾ പെട്ടെന്നാണ് കൽവിളക്കിന് സമീപം എന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന വ്യക്തിയിൽ ഉടക്കിയുന്നത്. ശ്രീദേവ്.